ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ചുരുങ്ങിയ ചെലവിലും കൂടുതൽ കാലം നിലനിൽക്കുന്നതുമായ ഒരു കേക്ക് ടേൺ ടേബിൾ നിർമ്മിക്കാം എന്നതാണ്. അച്ഛൻ്റെ ഒരു ഐഡിയയിൽ ചെയ്യുന്നതാണ്. നമ്മളെല്ലാവരും വീടുകളിൽ കേക്ക് ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹമുള്ളവരാണ്. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു കേക്ക് ടേൺ ടേബിൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ചെടിച്ചട്ടിക്ക് 30 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഇതിലും കുറഞ്ഞ രൂപയുടെയൊക്കെ ചെടിച്ചട്ടി കടകളിൽ അവൈലബിൾ ആണ്. അതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ചെടിച്ചട്ടിക്ക് നല്ല ബലമുള്ളതാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ സെൻറ്ററിൽ ഒരു റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന PVC പൈപ്പിൻ്റെ അളവിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ റൗണ്ട് കട്ട് ചെയ്തതിന് ശേഷം PVC പൈപ്പ് കറക്റ്റായിട്ട് ഈ റൗണ്ടിൽ ഇറക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നല്ല മുനയുള്ള ഉളി വെച്ചിട്ട് ചെറിയ ചെറിയ ഹോളുകൾ അടുപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പിയോ എന്തെങ്കിലും ചൂടാക്കി വെച്ച് കൊടുത്തിട്ട് റൗണ്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ആ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് PVC പൈപ്പ് ഇറക്കി കൊടുക്കാം. ഈ PVC പൈപ്പ് കറക്റ്റ് ചെടിച്ചട്ടിയുടെ അടിയിലത്തെ ലെവൽ എത്തക്ക രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി PVC പൈപ്പിന് എത്രത്തോളം ഹൈറ്റ് വേണം എന്നുള്ളത് നിങ്ങൾ മെഷർ ചെയ്ത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഈ ഒരു ഹൈറ്റിലാണ് മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് ബാക്കി പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. നമുക്കിവിടെ ഈ ഒരു ബെയറിങ് ആവശ്യമാണ്. ഈ ബെയറിങ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഭാഗത്ത് വെച്ച് കറക്റ്റ് ലെവലിൽ ഫിറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ബെയറിങ് കാറിൻ്റെ വർക്ക്ഷോപ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പഴയ ബെയറിങ് നമുക്ക് ഒപ്പിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഒപ്പിച്ചെടുത്ത ഒരു ബെയറിങ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഹൈറ്റിൽ PVC പൈപ്പ് കട്ട് ചെയ്തെടുക്കാം. ആക്സോ ബ്ലേഡ് എന്തെങ്കിലും ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ദേ ഇത്ര ഹൈറ്റിലാണ് PVC കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ചെടിച്ചട്ടിയുടെ ഹോളിലേക്ക് ഈ PVC പൈപ്പ് ഇറക്കി കൊടുക്കാം. ഇത് കഴിഞ്ഞ് ബെയറിംഗ് പിടിപ്പിക്കണം. ലെവൽ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ PVC പൈപ്പിൻ്റെ ലെവലിൽ തന്നെ ഫിറ്റ് ചെയ്യണം. ഇവിടെ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ PVC പൈപ്പിൻ്റെ തിക്നെസ് കുറവായതുകൊണ്ട് മുറിച്ചു മാറ്റിയ PVC പൈപ്പിൽ നിന്നും ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കട്ട് ചെയ്ത പീസ് ചൂടാക്കിയതിന് ശേഷം പതിയെ കയറ്റി കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ബെയറിംഗ് അടിച്ചു കയറ്റിയത്. ഇത് കഴിഞ്ഞ് ഒരു കപ്ലിംഗ് എടുത്തിട്ടുണ്ട്. കപ്ലിംഗ് എന്ന് പറയുന്നത് 2 PVC പൈപ്പുകൾ ജോയിൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് 2 പീസ് മുറിച്ചെടുക്കണം. നടുക്കുന്ന എടുക്കുന്നില്ല, ബാക്കി 2 പോർഷൻസ് ആണ് എടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് തന്നെ മുകളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ബെയറിങ്ങിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പീസ് ബെയറിങ്ങിന് അടുത്തായിട്ട് വെച്ച് കൊടുത്തു. ഇത് കഴിഞ്ഞ് മറ്റേ പീസ് ബെയറിങ്ങിന് കുറച്ചുകൂടെ താഴെയായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ ഹോളിലേക്ക് ഇറക്കിയതിന് ശേഷം കറക്റ്റ് ലെവല് ആക്കിയിട്ട് ആ ഒരു പീസ് നമുക്ക് ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതായത് ചെടിച്ചട്ടിയുടെ തൊട്ട് മുകളിലായിട്ട് വേണം ഈ പീസ് വെക്കാനായിട്ട്. അതോടൊപ്പം മേളിൽ നമ്മൾ വെച്ച് കൊടുത്ത പീസ് കൂടെ ഒട്ടിച്ചെടുക്കണം. ഇവിടെ പൈപ്പൊക്കെ ഒട്ടിക്കുന്ന ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടിയിരുന്നോളും. നമുക്കിനി ഇത് ഒട്ടിച്ചെടുക്കാം. ഇനി ഇത് ഒട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു പീസ് കൂടെ എടുത്തിട്ട് അടിഭാഗത്തു കൂടെ വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കണം. ഇവിടെ ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഗ്ലൂഗൺ തന്നെ വേണമെന്നില്ല, നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഗ്ലൂ ആയാലും മതി. അപ്പോൾ ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ നടുഭാഗത്ത് പൈപ്പിൻ്റെ അളവിൽ റൗണ്ട് കട്ട് ചെയ്തിട്ട് അല്പം ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഗ്ലൂഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ പീസ് കാർഡ്ബോർഡ് കട്ട് ചെയ്ത് ഉള്ളിലും ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ചെടിച്ചട്ടിക്ക് നല്ലൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി 4 സൈഡുകൾ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഒരു കട്ടിയായിട്ടുള്ള ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് പീസായാലും എടുക്കാം. എന്നിട്ട് ഈ ബെയറിങ്ങിൻ്റെ പുറത്തെ കവറിങ്ങിൽ മാത്രമായിട്ട് ഗ്ലൂ തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അകത്തെ കവറിങ്ങിൽ ഗ്ലൂ തേച്ച് കൊടുക്കരുത്. ഈ ഗ്ലൂ തേച്ച് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ബെയറിങ്ങിന് എന്തെങ്കിലും ടൈറ്റ് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ
ഒരു ഓയിലോ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് ലൂസാക്കിയതിന് ശേഷം മാത്രം CD ഒട്ടിച്ചു കൊടുക്കുക. ഈ CD ഇതിൽ ഒട്ടിക്കാനായിട്ട് ആദ്യം തന്നെ ബെയറിങ്ങിൻ്റെ പുറത്തെ സർക്കിളിൻ്റെ അളവിൽ ഒരു റൗണ്ട് നമ്മൾ CDയിൽ വരച്ചെടുത്തിട്ടുണ്ട്. ആ റൗണ്ടിൽ മാത്രമായിട്ട് ഗ്ലൂ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ദേ ഇവിടെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റ് ഇതിന് പുറമെ പിടിപ്പിക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് വെറും 80 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. നല്ല കട്ടിയായിട്ടുള്ള പ്ലേറ്റ് തന്നെയാണ്. ഇതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള പഴയ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പ്ലേറ്റ് ഉപയോഗിച്ചാലും മതി. ഇവിടെ പ്ലേറ്റ് കമത്തിയാണ് വെക്കുന്നത്. കാരണം ഈ ഒരു പ്ലേറ്റിന് സൈഡിലൊരു ബെൻഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ പ്ലേറ്റ് മൂടുന്നത് പോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ഐസിങ് ചെയ്തെടുക്കുമ്പോഴൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കമത്തി തന്നെ വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പ്ലേറ്റ് ഒട്ടിക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ച CDയുടെ അളവിൽ ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട് സെൻറ്ററിലായിട്ട്. അവിടെ വേണം CD ഒട്ടിക്കാൻ. ഇനി ഗ്ലൂഗൺ തേച്ചു കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ അത് ഒട്ടിച്ചെടുക്കണം. ഇതിനുശേഷം സൈഡിലും ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മാത്രമേ ചെയ്തെടുക്കാനുള്ളൂ. ഇവിടെ ബെയറിംഗ് മറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പഴയൊരു പ്ലാസ്റ്റിക് പെൻ സ്റ്റാൻഡിൻ്റെ പകുതി കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേക്ക് ടേൺ ടേബിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും, ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ.